ദുഃഖത്തിലാണ്. കാരണം ഇളയ കൊച്ചു മരിച്ചു, അതിന്റെ ഷോക്കിൽ അല്ലെങ്കിൽ ആ കൊച്ചിനെ ദൈവത്തിന്റെ പക്കലേക്ക് വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ഈ ചേച്ചിക്ക് നല്ലൊരു അമ്മയായിട്ട് ജീവിക്കാൻ പറ്റാതെ വന്നു. അത് മുഖാന്തരം അവരുടെ മൂത്ത കൊച്ചെന്ത് ചെയ്യുന്നു, മൂത്ത മകൻ എന്ത് ചെയ്യുന്നു, വളരെയധികം മോശമായ ജീവിതത്തിലേക്ക് പോയി. അതിന്റെ കാരണം എന്നറിയാവോ, ഈ അമ്മ ഇളയ കുഞ്ഞിനെ ഓർത്തോർത്തിരുന്നപ്പോൾ മൂത്ത കുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ടൊന്നും കൊടുക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടില് ആര് മരിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെ കാര്യമാണ് അവരെ ഈശോയ്ക്കായിട്ട് വിട്ടുകൊടുക്കുക. ശരിയാണ്, നമുക്ക് വൈകാരികമായ ദുഃഖങ്ങളുണ്ടാകാം, വിഷമങ്ങളുണ്ട്, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ. പക്ഷെ ഒന്നുണ്ട്, എത്ര ദുഃഖമുണ്ടെങ്കിലും നമ്മളെല്ലാം പോകേണ്ട വഴിക്ക് നമുക്ക് മുമ്പേ നമ്മുടെ മമ്മി പോയി, അല്ലെങ്കിൽ പപ്പ പോയി, അല്ല നമ്മുടെ ആങ്ങളെ പോയി, അപ്പച്ചൻ പോയി, അമ്മച്ചി പോയി എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചാൽ അയാളോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാന്നാ പറയുന്നത്. ഞാൻ ഓർക്കുന്നു, എന്റെ വീട്ടിലെ എന്റെ മമ്മി മരിച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച പ്രയർ ഉണ്ടായിരുന്നു. ആ പ്രയർ നടത്താനൊരു അച്ഛൻ വന്നു. അപ്പൊ ഈ അച്ഛൻ എന്ത് ചെയ്യുന്നറിയാവോ, ഞങ്ങളോട് പറഞ്ഞു നമുക്ക് മരിച്ച മമ്മിയോട് നന്ദി പറയാനൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, മമ്മിയോട് എന്തെങ്കിലും വിദ്വേഷ വെറുപ്പോ മനസ്സിലുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നീട് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അപ്പൊ അച്ഛൻ പറഞ്ഞത്, ഒരാൾ മരിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യാണ്, പറഞ്ഞ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരോട് എന്തെങ്കിലും വിദ്വേഷ വെറുപ്പോ മനസ്സിൽ കടന്നാല് അവരുടെ സ്വർഗീയ പ്രവേശനത്തിന് ആ യാത്രയ്ക്ക് എന്ത് ചെയ്യുന്നു, തടസ്സം വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ഞാനൊരു വീട്ടിലെല്ലാരും ഉണ്ട്, ഞങ്ങൾ മമ്മിയോട് ക്ഷമിച്ച് മമ്മിയോട് എന്തെങ്കിലും വിദ്വേഷ വെറുപ്പോ വൈരാഗ്യമോ, ചിലപ്പോൾ മമ്മി വഴക്ക് പറഞ്ഞ് നമുക്ക് തോന്നിയിട്ടുണ്ട്, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം അനുഭവപ്പെടാം, അല്ലെങ്കിൽ സമാധാനം അനുഭവപ്പെടാൻ തോന്നും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചാൽ അയാളോട് പരിപൂർണമായിട്ട് ക്ഷമിക്കുക. കാരണം സ്വർഗീയ യാത്രയില് ഏറ്റവും സമാണ് വെറുപ്പും വിദ്വേഷവും. നമുക്ക് തിരികെ വന്ന് നമ്മളോട് ക്ഷമ ചോദിക്കാൻ പറ്റിയാൽ, എന്നോട് ചോദിക്കാം, മമ്മിയോട് ചോദിക്കാം, മമ്മി പറയാണ് നീ എന്നോട് ക്ഷമിക്കുമെന്ന് പറയാൻ പറ്റിയാൽ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബോധപൂർവം അവരോട് ക്ഷമിക്കുവാൻ സാധിക്കും. അത് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്ന ഒരു വൈദികൻ, അദ്ദേഹം ഇന്ന് യൂറോപ്പിലെല്ലാം അതിശക്തമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് ഒരു അനുഭവം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജർമ്മനിയില് കാറിൽ പോകുന്ന അവസരത്തില് ഒരു വലിയ അപകടമുണ്ടായി. ആ അപകടത്തിൽ വെച്ച് മരണകരമായ അവസ്ഥ സംഭവിച്ചു. എന്ന് വെച്ചാല് ആൾക്കാർ വന്ന് നോക്കുമ്പോൾ ഈ അച്ഛൻ അവരെന്ത് ചെയ്തു, ഈ അച്ഛനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് എന്തോ ഒരു ഇത് വന്നു, വീണ്ടും ജീവൻ ലഭിച്ചാണ്. അപ്പൊ അച്ഛൻ എന്നിട്ട് ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അച്ഛൻ കണ്ടതെന്നറിയാവോ, ഈ ആക്സിഡന്റ് പറ്റിയ സമയത്ത് അച്ഛൻ പിന്നെ ഒന്നും കാണുന്നില്ല. പിന്നെ കാണുന്നത് മോളിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അച്ഛന്റെയൊക്കെ ഡെഡ് ബോഡിയൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ് മൂടിയ സ്ഥലത്താണെങ്കിൽ കാർ ആക്സിഡന്റ് പറ്റി അവിടെ കിടക്കുന്നു. അച്ഛൻ ഇങ്ങനെ പോകുന്നു. അച്ഛൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ സ്വർഗീയ അനുഭവത്തിലൂടെ ഇങ്ങനെ പോയപ്പോ അങ്ങ് ദൂരെ അച്ഛൻ ഇങ്ങനെ കാണുകയാണ്, ദൂരെ സ്വർഗത്തിന്റെ വലിയൊരു അനുഭവം അച്ഛൻ കണ്ടു. അപ്പൊ അച്ഛൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അടുത്ത് ചെന്ന അവസരത്തില് എന്ത് ചെയ്തു, അച്ഛൻ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അച്ഛൻ ഭയങ്കര ഭയപ്പെട്ടു പോയി. കാരണം ഒരു വൈദികനാണ്, ധ്യാനഗുരുവാണ്, അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഈ മനുഷ്യൻ വളരെയധികം വിഷമിച്ചപ്പോൾ എന്ത് ചെയ്തറിയാവോ, ആ തടസ്സമായി നിൽക്ക് 2 പേരുകളാണ്. പെട്ടെന്ന് അച്ഛന് മനസ്സിലായി ഈ പേരുകൾ എന്താണെന്നറിയാവോ, അച്ഛൻ ഒരു പെൺകുട്ടിയെ ഒത്തിരിയേറെ സഹായിച്ച് വളർത്തി അവളെ പഠിക്കാൻ വിട്ടിരുന്നു. അവൾ എന്ത് ചെയ്ത് പഠനത്തിന്റെ ഇടയിൽ ഒരു വിജാതി യുവാവുമായിട്ട് രജിസ്റ്റർ മാരേജ് കഴിച്ച് ഒളിച്ചോടിപ്പോയി. അപ്പൊ അച്ഛൻ ഈ പെൺകുട്ടിയോട് കടുത്ത ദേഷ്യവും വൈരാഗ്യമായിരുന്നു. അപ്പൊ അച്ഛനെ നോക്കുമ്പോ എന്തറിയാവോ, ഈ ഇത് കാരണം അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അച്ഛൻ അവിടെ വെച്ച്, ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ സമയത്താണ് അച്ഛൻ പറയുന്നത്, മോർച്ചറിയിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞ ഡെഡ് ബോഡി പോലെ ഫീൽ ചെയ്തത് ജീവൻ പ്രാപിക്കുന്നതായിട്ട് തോന്നി. എന്നിട്ട് അച്ഛൻ ആദ്യം എന്തറിയാവോ, ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ഈ പെൺകുട്ടിയെയും അവളുടെ ഭർത്താവിനെയും കണ്ടുപിടിച്ച് അവരോട് ക്ഷമ ചോദിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ രണ്ടുപേരെയും സഭയെ ചേർത്ത് വിവാഹം കഴിപ്പിച്ചു. അസൽ ഈ സംഭവം നമ്മോട് പറയുന്നത്, ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്, മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും വലിയ തടസ്സം എന്താണ്? വെറുപ്പും വിദ്വേഷവും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കോപിക്കാം, ഞാൻ കോപിച്ചു പോയാൽ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് അപ്പുറം അത് വെച്ചുകൊണ്ടിരിക്കരുതെന്ന്.
കാരണം വെറുപ്പും വിദ്വേഷത്തോടു കൂടി നമ്മൾ മരിച്ചാൽ, അല്ലെങ്കിൽ പാപത്തോടുകൂടി മരിച്ചാൽ നമുക്ക് എത്തേണ്ടടുത്ത് എത്തുവാനായിട്ട് സാധിക്കാതെ വരാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത് ആ വ്യക്തിയെ വിട്ടുകൊടുക്കുക, രണ്ടാമത് അദ്ദേഹത്തോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കുക. മൂന്നാമത്തെ കാര്യമാണ്, അന്ന് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ്, മരിച്ചുപോയ ആളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ മമ്മിയോ പപ്പായോ മരിച്ചാൽ, അല്ല ആര് മരിച്ചാവട്ടെ, ഇപ്പോ നിങ്ങൾ ഇടവക സിസ്റ്റർ മരിച്ചു, ഒരു വൈദികൻ മരിച്ചു, അപ്പൊ അയാളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. വ്യക്തിയെ ഓർത്ത്, ദൈവമേ അദ്ദേഹത്തിനൊരു ഇന്ന സഹായം നീ ഞങ്ങൾക്ക് ചെയ്തതിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. എന്താണ്? അയാൾ ചെയ്ത സൽകൃത്യങ്ങള് ഞാൻ എന്റെ പ്രാർത്ഥന വഴി ആര് സന്നിധിയിൽ ഉണർത്തിക്കുന്നു? ദൈവത്തിന് മുമ്പിൽ ഞാൻ ഉണർത്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മരിച്ചസമയത്ത് മരിച്ചു കിടക്കുമ്പോൾ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അപ്പൊ ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ മരിച്ചയാള് ചെയ്ത സൽകൃത്യങ്ങൾ എന്ത് ചെയ്യണോ? ഏറ്റു പറഞ്ഞ് ഈശോയെ സ്തുതിക്കാം. അപ്പൊ എന്താ അറിയാവോ? അയാളിലൂടെ, ആ വ്യക്തിയിലൂടെ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കും. അത് ദൈവത്തിന് സ്വീകാര്യമാണ് പ്രാർത്ഥന. അത് മാത്രമല്ല, മരിച്ച ആളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യവുമാണ്. ഹല്ലേലൂയ. നാലാമത്തെ കാര്യമാണ്, മരിച്ചയാൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. മരിച്ചുപോയ ആൾക്കാർ രണ്ടാവും. ഒന്ന്, ചിലവരെന്ത് ചെയ്യുന്നു? ദൈവികമായ അവസ്ഥയിലുണ്ട്. നല്ലൊരു മരണം, അല്ലെങ്കിൽ എല്ലാവരും ഒരുക്കത്തോട് മരിക്കുന്ന ആള് ദൈവികമായ മരണമാണ്, ദൈവികമായ അവസ്ഥയിലാണ്. ചിലവരെ സംബന്ധിച്ചോളം ദൈവികമായ അവസ്ഥയിലല്ല, ചില അസ്വസ്ഥതകളിലായിരിക്കാം. നമ്മൾ പറയും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുക എന്നൊക്കെ പറയുന്നത്, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് തലമുറകളായിട്ട് നമ്മുടെയൊക്കെ ഭവനത്തിൽ എന്ത് ചെയ്ത് മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ന് ജപമാല ചൊല്ലുമ്പോൾ അതിനു മുമ്പായിട്ട് സകല മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴത്തെ പല കുട്ടികൾക്ക് ഈ പ്രാർത്ഥന അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇനി ചിലവരെ സംബന്ധിച്ചോളം അവര് രാത്രിയിലൊക്കെ എന്ത് ചെയ്യുന്നു? മരിച്ചവരെ സ്വപ്നം കാണും, അല്ലെ? ചിലവരെ കാണാറുണ്ട്. ചില സ്വപ്നം പല വിധത്തിലുണ്ടാകാം. ദൈവികമായ സ്വപ്നമുണ്ട്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ചിലപ്പോൾ മരിച്ചവരെയൊക്കെ സ്വപ്നം കാണുമ്പോൾ അവര് സന്തോഷത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക, അവര് വന്ന ശേഷം ഇപ്പോൾ എന്താണ്? ദൈവത്തോടു കൂടി ആത്മീയമായ ഒരു നല്ല അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, എന്റെ പ്രിയപ്പെട്ട പപ്പായ, ഇപ്പൊ എന്റെ മമ്മി മരിച്ചു, മമ്മിയെ കുറിച്ച് ഞാനിപ്പോൾ ഓർക്ക് നന്ദി പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മമ്മിയെ എന്ത് ചെയ്യുന്നു? ദൈവം ഞങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ മമ്മിയെ മുന്നമേ കൊണ്ടുപോയി മമ്മിയെ ഓർത്ത് നന്മ പറയുമ്പോൾ സ്നേഹിക്കാൻ എനിക്കറിയാം, മമ്മി ദൈവത്തോടു കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി മരിച്ചവരെ ഓർത്ത് നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയോ അല്ലെങ്കിൽ വിഷമോ തോന്നുവാണെങ്കിൽ അതിനർത്ഥം എന്തറിയാവോ? നമ്മുടെ പ്രാർത്ഥന കൂടുതലായിട്ട് അവര് ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് മരിച്ച വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ, അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ നമ്പർ കൂട്ടുക. അതോടൊപ്പം സാധാരണ ഇടവകളിലൊക്കെ എല്ലാ ദിവസവും, മിക്ക ദിവസങ്ങളിലും ആരെങ്കിലും മരിച്ചതിന് ഒപ്പീസൊക്കെ ഉണ്ട്. അങ്ങനെ ഒപ്പീസൊക്കെ ചൊല്ലുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മമ്മിയാണെങ്കിൽ ആരാണോ മരിച്ചത്, ആരെക്കുറിച്ചാണോ നമ്മൾ ഓർക്കുമ്പോൾ മരിച്ചു വിഷമം തോന്നുന്നത്, അവരെ കൂടെ ഒപ്പീസ് സമർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥന വഴി നമുക്ക് അവരെ സഹായിക്കുവാൻ സാധിക്കും. അതോടൊപ്പം നല്ലതാണ് മക്കളായ നമുക്ക്, നിങ്ങള് വല്ലപ്പോഴും ഒക്കെ എന്ത് ചെയ്യണം? മമ്മിയെ അടക്കിയ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചനെ, വല്യപ്പച്ചനെ, വല്യമ്മച്ചയൊക്കെ അടക്കിയ സ്ഥലമുണ്ട്, അല്ലെ? ശവക്കോട്ട എന്ന് പറയും. അല്ലെങ്കിൽ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നതും ഒത്തിരിയേറെ നന്മകളാണ്. കാരണം എന്താണ്? അവരുടെ ശരീരം അവിടെ അഴുകിയോട് ചേരുന്നുണ്ടെങ്കിലും അവരുടെ സാന്നിധ്യം, അല്ലെങ്കിൽ എന്താണ്, അത് അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവരെക്കുറിച്ച് ഓർക്കുന്നു. കൊച്ചുമക്കളായി നമ്മള് അവരെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഒക്കെ പറയുന്നത് നമുക്കും അനുഗ്രഹമാണ്, അത് നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമായിട്ട് മാറും. അതായത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് ചെയ്യണം? ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാം. അവരോട് ഏതെങ്കിലും വിധത്തിൽ വെറുപ്പോ വിദ്വേഷമോ
എന്തെങ്കിലും കടപ്പെട്ടെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ഇവിടെ വല്യപ്പച്ചനായിരിക്കും മരിച്ചു പോയത്. വല്യപ്പച്ചനോട് നമുക്ക് വിദ്വേഷമില്ല, ചിലപ്പോൾ നമുക്ക് ഉള്ളിലില്ല. പക്ഷേ നമ്മുടെ മമ്മിയെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, വല്യപ്പച്ചൻ നമ്മളോട് കാണിച്ചില്ലെങ്കിലും നമ്മളെ മമ്മിയെ വേദനിപ്പിച്ചിട്ടാണല്ലോ വല്യപ്പച്ചൻ മരിച്ചതെന്ന് ഓർത്ത് നമുക്ക് വല്യപ്പച്ചനോട് ചിലപ്പോൾ നീരസം തോന്നാം. അപ്പൊ നമുക്ക് വല്യപ്പച്ചനോട് അല്ലെങ്കിൽ വല്യമ്മച്ചിയോട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, ക്ഷമിക്കണം. അതോടൊപ്പം വല്യപ്പച്ചനോ